Hello everyone, welcome to XandY Learning. XandY Learningന്റെ ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സാണ് അല്ലേ. ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് അവരിനി ഫ്യൂച്ചറിൽ എഴുതാൻ പോകുന്ന JEE, നീറ്റ്, അതുപോലെ ഒളിമ്പ്യാഡ്സ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് ആണ്. 1 year ആണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സിൻ്റെ ഭാഗമായി ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ മെറ്റീരിയൽസുകളായിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിതാ 8th വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും 2 പാർട്സ് ആയിട്ടാണുള്ളത്. എൻ്റെ കയ്യിൽ അതേപോലെ 10th ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, 9th ടെക്സ്റ്റ് ബുക്കുകളുമുണ്ട്. അപ്പോൾ ഈ ഒരു 2 പാർട്സ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അതിലേതൊക്കെ ചാപ്റ്റേഴ്സുകളാണുള്ളത്, എന്തൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ രൂപം, എങ്ങനെയാണെന്നുള്ളതൊക്കെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ 8th ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ചാപ്റ്റേഴ്സുകളായിട്ടുള്ള മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്, ഈസ് മാറ്റർ അറൗണ്ട് us പ്യുവർ, അതുപോലെ തന്നെ നമ്മുടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ, സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്, കമ്പഷൻ ആൻഡ് ഫ്ലെയിം, കോൾ ആൻഡ് പെട്രോൾ, ഇങ്ങനെ ഒരുപാട് ചാപ്റ്ററുകളായിട്ടാണ് ഉള്ളത്. ഈ ഒരു ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ചാപ്റ്ററുകളും ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കുകൾക്കും സബ് ടോപ്പിക്കുകളൊക്കെ ആയിട്ട്, അഥവാ വളരെ ഓർഡർ ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കുള്ളത്. മാത്രവുമല്ല വളരെ ഈസി ആയിട്ടുള്ള ലാംഗ്വേജുകളാണ് ഉപയോഗിക്കുക. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നവയിൽ ഒരു പക്ഷേ എന്തുണ്ടാവും, കേരള സിലബസുകാരുണ്ടാവും, CBSEക്കാരുണ്ടാകും, മറ്റു വല്ല സിലബസിലുള്ളവരൊക്കെ ഉണ്ടാകും. ഏതൊരു കുട്ടിക്കും എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന രൂപത്തിലാണ് അതിൻ്റെ കോണ്ടൻസ് ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കൃത്യമായിട്ടുള്ള എക്സാമ്പിൾസ്, ഓരോ പോർഷൻസും പറയുമ്പോൾ അതിൻ്റെ സൈഡിൽ ആ ഒരു പേജിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് ചെയ്യേണ്ട പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സൈഡിൽ എന്ത് ചെയ്യും, കൃത്യമായി കാണിച്ചിട്ടുണ്ടാകും. ഒരുപാട് പിക്ചേഴ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ടോപ്പിക്ക് കഴിഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻ അടക്കം നമ്മളതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനത്തിൽ എന്താണ് നമ്മൾ ടോട്ടലി പഠിച്ചത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു കുട്ടി ആ കോൺസെപ്റ്റ് മാപ്പ് പഠിക്കുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ കാണുന്നതോട് കൂടിയിട്ട് എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് കൃത്യമായ ഒരു ധാരണ എന്ത് ചെയ്യും, കിട്ടും. മാത്രമല്ല അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 10-15ഓളം ചോദ്യങ്ങൾ അവർക്ക് ഈ പറഞ്ഞ ചാപ്റ്ററുമായി റിലേറ്റഡ് സോൾവ്ഡ് എക്സാമ്പിൾസ് ആയിട്ട് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അടക്കം അതിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കമുള്ള രൂപത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ 3 ലെവലിലുള്ള ഒരു വർക്ക് ബുക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അവസാനത്തിലുണ്ടാകും. ഏത് ചാപ്റ്റർ എടുത്താലും അതിൻ്റെ അവസാനത്തിൽ ഒരു വർക്ക് ബുക്ക് ഉണ്ടാകും. അതിൽ തന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നുള്ള 3 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലെവൽ 1 ഉണ്ടാവുക. കുറച്ചും കൂടി മീഡിയം അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ഉള്ള പിന്നെ ചില നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ് പിന്നെ ലെവൽ 2 ഉണ്ടാകുന്നത്. വളരെ ഉയർന്ന ലെവലിലുള്ള നേരത്തെ പറഞ്ഞ പോലെ നീറ്റ്, JEE നമുക്കറിയാം അത്തരത്തിലുള്ള വലിയ എക്സാമുകൾക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പോഴേ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ അത് വളരെ വലിയ ഉപകാരമായിരിക്കും ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാക്കുക. മാത്രമല്ല അങ്ങനത്തെ എക്സാമുകൾക്ക് ഏതൊക്കെ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് അത് നമുക്കറിയാം. ഈ പറഞ്ഞ PYQ, അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും ആ ഒരു കുട്ടി എന്താകും, നമ്മുടെ ഈ ഫ്യൂച്ചറിലുള്ള ഇത്തരം എക്സാമുകളിലേക്ക് സ്വാഭാവികമായിട്ടും അവനതിന് ഏബിളായി തീരും. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ കാര്യങ്ങളുള്ളത്. 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലും ഇതേപോലത്തെ ഒരുപാട് ചാപ്റ്റേഴ്സുകളുണ്ട്. നമ്മൾ അറ്റോമിക് സ്ട്രക്ചേഴ്സ്, അതേപോലെ തന്നെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ലൗസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, ദ വേൾഡ് ഓഫ് കാർബൺ, പീരിയോഡിക് ടേബിൾ, ഇങ്ങനെയൊക്കെയുള്ള ചാപ്റ്റേഴ്സുകളാണ് 9th നമുക്ക് പഠിക്കാനുള്ളത്. 10th പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കറിയാം 10th നമ്മുടെ CBSEക്കാരെയും കേരള സിലബസിനെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്.
ഉള്ളത്. അതിലുള്ള ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ഉണ്ട്, അതേപോലെ ആസിഡ് ബേസ് സോൾട്ടുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ചാപ്റ്ററുകളൊക്കെയാണ് നമ്മുടെ 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലെ ഈ പറഞ്ഞ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാൻ പറ്റും, എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ഒരു ഒറ്റയടിക്ക് ഒരു 1 hour 2 hour ക്ലാസ് കൊണ്ട് എടുത്ത് തീർക്കല്ല, നേരെ മറിച്ച് ടോപ്പിക് വൈസ് ആയിട്ട് അതേ ടോപ്പിക്കുകൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കാണാൻ പറ്റും. അപ്പോൾ ഒരു വീഡിയോ നമ്മുടെ ആപ്പിലൂടെ ഇതിൽ ജോയിൻ ചെയ്തവർക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ആപ്പിൽ തന്നെ നിങ്ങൾക്കറിയാം 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ പഠിച്ച വീഡിയോയും ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് അവസാനത്തിൽ എക്സാം ആയിട്ട് ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഭാഗം എക്സാം ഉണ്ടാകും. അതേപോലെ തന്നെയാണ് അതിലും അപ്പുറത്ത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടി ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് എന്തായി, അവർക്ക് 100 കണക്കിന് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച എക്സാമുകളുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ ഇത്തരം എക്സാമുകളിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള എഞ്ചിനീയർമാരായിട്ടുള്ള ഡോക്ടർമാരായിട്ടുള്ള NITകളിലും IITകളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് ഇത്തരത്തിലുള്ള എക്സാമുകൾക്കും നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതിന് കൃത്യമായ ജസ്റ്റ് ഓൺലൈൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുമെന്ത്, നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങോട്ട് വീഡിയോ ഇട്ട് തന്നുകാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം നോക്കുക. ഒരിക്കലുമല്ല, അതിന് കൃത്യമായി നിങ്ങളെ മോണിറ്റർ ചെയ്യുന്ന മെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾ എത്രത്തോളം വീഡിയോസ് കണ്ടു, ഇനി എത്രത്തോളം വീഡിയോസ് നമുക്ക് കാണാനുണ്ട്, മുഴുവൻ ഡാറ്റകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സറിഞ്ഞ് കണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ നമ്മളെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് XandY ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള പേരിൽ XAT എന്നുള്ള ഒരു സ്കോളർഷിപ്പ് എക്സാം നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതിന് ആവശ്യമായിട്ടുള്ള ഏതൊരു എൻക്വയറീസ് ഉണ്ടെങ്കിലും ആ എൻക്വയറിക്ക് ആവശ്യമായിട്ടുള്ള കോൺടാക്ട് നമ്പറും ഈ വീഡിയോയിൽ താഴെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളായിട്ടുള്ള ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ വലിയ എക്സാമുകൾ പാസ്സായിട്ട് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ നേടിയെടുക്കുവാനുള്ള ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുവാനുള്ള ആ ഒരു സ്വപ്നത്തെ നമുക്ക് സാക്ഷാത്കരിക്കുന്ന ഒരു കോഴ്സാണ് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ്. തീർച്ചയായിട്ടും 8th 9th സ്റ്റാൻഡേർഡിൽ 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സയൻസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, മാത്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ കുട്ടികളും ഈ ഒരു എക്സാം നിങ്ങൾ എഴുതുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നമ്മളെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാം. അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.